ഗുഡ് ആഫ്റ്റർനൂൺ വിയോസ്. ഇന്നത്തെ മാർക്കറ്റിലെ IT സ്റ്റോക്സ് നല്ല മൂവ് ചെയ്ത് കാണുന്നുണ്ട്. ബേസിക്കലി HCL ടെക്, ഇൻഫി, TCS ഇതുപോലത്തുള്ള സ്റ്റോക്സുകൾ നല്ലൊരു മൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ കാര്യം എന്ന് വെച്ചാൽ ഈ HCL ടെക് എന്നുള്ള സ്റ്റോക്ക് 4th ഏപ്രിൽ നിങ്ങൾ അതിന്റെ പ്രൈസ് വാച്ച് ചെയ്ത് വെച്ചില്ല. ഏകദേശം ഒരു 1320 അടുക്ക ട്രേഡ് ചെയ്ത സ്റ്റോക്കാണ്. സോ ഇന്നിപ്പം HCL ടെക് ചെയ്തതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എത്ര പ്രൈസ് എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് 1598 ലോൺ. സോ എത്ര പെർസെന്റ് മൂവ് ചെയ്തതെന്ന് അറിയും. ഇന്നത്തെ ഒരു ജസ്റ്റ് ബിക്കോസ് ഓഫ് ദി റിസൾട്ടിൽ അത് മൂവ് ചെയ്താണ്. പക്ഷേ ഈ ഇൻഫിൻ്റെ ഒക്കെ ഒരു ഗൈഡൻസ് നല്ലൊരു ഗൈഡൻസ് ഒന്നും ആയിരുന്നില്ല വന്നത്. ഇത് ഇന്നിപ്പോൾ ഒരു വൺ ഡേ വണ്ടർ ആയിരിക്കും, ഒരു നാളെ ഇത് പിന്നെയും കറക്ഷനിലേക്ക് പോകുമെന്നുള്ള കാര്യം അറിയില്ല. സോ ഇങ്ങനെയുള്ള മാർക്കറ്റിൽ പൊസിഷൻ ഹോൾഡ് ചെയ്യാനും നമുക്ക് കുറച്ച് റിസ്ക് ആണ്. കാരണം വെച്ചാൽ US പോളിസിയും ഇവരെ ഫെഡിൻ്റെ തീരുമാനങ്ങളൊന്നും ആക്ച്വലി നമുക്ക് ക്ലിയർ ആയിട്ട് അറിയില്ല ഇപ്പോഴും. സോ അതുകൊണ്ട് ഈ ടെക് സ്റ്റോക്സിൽ ഞാനൊരു ലോങ് ടേം ആയിട്ട് ഹോൾഡിങ് എനിക്ക് അത്ര കംഫർട്ടബിൾ അല്ല. എസ്പെഷ്യലി ഞാൻ കാണുന്നത് ഈ ഇൻഫീൻ്റെ ഒക്കെ പ്രൈസ് ഏകദേശം 1350 ആ റേഞ്ചിൽ പിന്നെയും കുറച്ചും കൂടി കംഫർട്ടബിൾ ആയി എനിക്ക് തോന്നുന്നു ബാങ്ക് സോണിൽ. എനിവേ ദിസ് ഈസ് നോട്ട് എ ഫൈനാൻഷ്യൽ അഡ്വൈസ്, എൻ്റെ ഒരു വ്യൂ പറഞ്ഞാണ്. അപ്പോൾ ഞാൻ പറയാനുള്ള കാരണം വെച്ചാൽ നമ്മുടെ ഈ സ്റ്റോക്ക് മാർക്കറ്റും ഈ എക്കണോമിക്സും വർക്ക് ചെയ്യുന്നത് കംപ്ലീറ്റ്ലി ഒരു ഡിഫറെൻറ്റ് വേയിലാണ് വർക്ക് ചെയ്യുക. കാരണം ഇതിൻ്റെ എക്കണോമിക്സിൽ എന്താണെന്ന് വെച്ചാൽ ഇത് പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുന്ന സപ്ലൈ ആൻഡ് ഡിമാൻഡ് ആണെന്നറിയാലോ. അപ്പോൾ ഈ പ്രൈസ് കൂടുന്ന സമയത്ത് ആൾക്കാർ എന്താ ചെയ്യാന്ന് വെച്ചാൽ ട്രേഡേഴ്സ് നോർമലി ദേ സെൽ ദർ പ്രോഡക്ട്സ് ആൻഡ് ടേക്ക് ദ പ്രോഫിറ്റ് ഔട്ട്. ഞാനൊരു ചെറിയൊരു എക്സാമ്പിൾ പറയാം. നിങ്ങളൊരു ഒരു 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 കൊപ്ര ട്രേഡ് ചെയ്യുന്ന ഒരു ഫാമർ, അല്ലെങ്കിൽ പെപ്പർ കുരുമുളക് ട്രേഡ് ചെയ്യുന്ന ഒരു ഫാമർ, നിങ്ങളെ ഈ കുരുമുളക് കൊപ്രയുടെ നിങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ട് അതിന്റെ വില ഏറ്റവും നല്ല വില കിട്ടുമ്പോൾ നിങ്ങൾ വിൽക്കുമല്ലേ ചെയ്യുക, സാധാരണ ചെയ്യാം. അപ്പോൾ അതിന് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് നിങ്ങൾക്ക് ആ സമയത്ത് കിട്ടുക. നിങ്ങൾ ആരും ഒരിക്കലും അതിന്റെ വില കുറഞ്ഞ സമയത്ത് വിൽക്കില്ല. അതാണ് ഈ പ്രൈസും ഡിമാൻഡും. അപ്പോൾ ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ എങ്ങനെയാ വെച്ചാൽ ആൾക്കാർ പൊതുവെ അങ്ങനെ ചെയ്യാറില്ല. സ്റ്റോക്ക് മാർക്കറ്റിൽ ഈ പ്രൈസ് കുറഞ്ഞ സമയത്ത് അങ്ങനെയെങ്കിൽ ഈ HCL 1300 രൂപയുടെ സമയത്ത് വാങ്ങിക്കാൻ ആൾക്കാർ എത്ര ആൾ വാങ്ങിച്ചിട്ടുണ്ടോ എനിക്കറിയില്ല. പക്ഷേ ഇപ്പോഴും ആൾക്കാർ ഇന്ന് ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുന്ന സമയത്തും അതിൻ്റെ വോളിയം നോക്കുന്ന സമയത്ത് കൂടുതൽ ആൾക്കാർ ഇന്ന് ബൈ ചെയ്യുന്നതാണ്. സോ അതെന്താന്നുള്ള കാര്യം എനിക്ക് ഇന്നും ഒരു ക്വസ്റ്റ്യൻ മാർക്കറ്റ് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള മാർക്കറ്റിൽ ഇത്ര വലിയൊരു ഹൈ ആയിട്ട് മാർക്കറ്റ് ഇപ്പം ഓൾമോസ്റ്റ് ബാങ്ക്സിന്റെ സ്റ്റോക്സ് ഒക്കെ മൂവ് ചെയ്ത് HDFC ബാങ്ക് ഒക്കെ അതിന്റെ ഓൾ ടൈം ഹൈലാണ്, ICICI ബാങ്ക് അതിന്റെ ഓൾ ടൈം ഹൈലാണ്. അപ്പോൾ നിങ്ങൾ ഈ ഓൾ ടൈം ഹൈയിൽ പോയിട്ട് എഗെയിൻ അത് വാങ്ങിക്കോ എന്നുള്ള ക്വസ്റ്റ്യൻ മാർക്ക്. നമ്മുടെ മാർജിൻ ഓഫ് സേഫ്റ്റി, വാറൻ ബഫറ്റ് പറഞ്ഞ പോലെ മാർജിൻ ഓഫ് സേഫ്റ്റി ഇല്ലാത്ത സമയത്ത് നിങ്ങൾ പോയി വാങ്ങിക്കുന്നതിൽ കുറേ റിസ്ക് ആണ്. ഞാനിപ്പോൾ ഒരു വായു ഒന്നും കാണുന്നേ ഇല്ല. അപ്പൊ ഇന്നത്തെ ചില സ്റ്റോക്കുകളെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഈ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രന്റെ ഇപ്പോൾ ഉള്ള CMP 2870, അതൊരു 3000 രൂപയിൽ പോകണം മഹീന്ദ്ര. അതുപോലെ പ്രസ്റ്റീജ് എസ്റ്റേറ്റ് പ്രോജക്റ്റ് അത് 1335 രൂപയിൽ ട്രേഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇത് ഗോദ്രേജ് പ്രോപ്പർട്ടീസ് ഒന്ന് വായിച്ചിട്ടുണ്ട്. ഈ സ്റ്റോക്ക് എനിക്ക് വാച്ച് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് സീരീസിൽ എനിക്കൊന്ന് മഹീന്ദ്ര ഒക്കെ 3000 മുകളിൽ പോകാൻ സാധ്യതയുണ്ട് നെക്സ്റ്റ് സീരീസിൽ. അതുപോലെ ജിയോ ഫൈനാൻഷ്യൽസിന്റെ CMP വരുന്നത് നല്ല. ജിയോ ഫൈനാൻസ് 258 രൂപ. ഇന്നലെ കുറെ വോളിയം കാണുന്നുണ്ട് ജിയോ ഫൈനാൻഷ്യൽസ്. അതുപോലെ IDFC ഫസ്റ്റ് ബാങ്കിനും ജിയോ ഫൈനാൻഷ്യലിനും വലിയ വോളിയം കാണുന്നുണ്ട്. അതുപോലെ ഇതൊക്കെ ചെറിയ വാല്യൂന്റെ സ്റ്റോക്സ് ഞാൻ പറയുന്നത്. 134 രൂപ സംവർദ്ധൻ മദേഴ്സൺ, അതും എനിക്ക് ചെയ്യാൻ സാധ്യത. സംവർദ്ധൻ മദേഴ്സനൊക്കെ ഒരു കറക്ഷൻ കഴിഞ്ഞിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ ഇന്ന് വലിയൊരു വോളിയം കണ്ട സ്റ്റോക്ക് ടാറ്റ സ്റ്റീൽ നന്നായി മൂവ് ചെയ്ത്. ടാറ്റ സ്റ്റീൽ, ഇന്ത്യൻ ഹോട്ടൽസ്, ദാറ്റ്സ് ഓൾസോ ഇന്ത്യൻ ഹോട്ടൽസ് നന്നായി മൂവ് ചെയ്തിട്ടുണ്ട്. പിന്നെ യുണൈറ്റഡ് സ്പിരിറ്റ്, അത് വാച്ച് ചെയ്യാൻ പറ്റുന്ന സ്റ്റോക്കാണ് യുണൈറ്റഡ് സ്പിരിറ്റ്. 1557. ഇനി കറക്ഷനിൽ അത് ഇതൊരു കുറച്ച് ഹൈ പ്രൈസ് ആണ്. കറക്ഷൻ ഒന്ന് കറക്റ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു സ്റ്റോക്കുകളാണ് യുണൈറ്റഡ് സ്പിരിറ്റ്. പിന്നെ ഈവൺ അതൊരു ബന്ധൻ ബാങ്ക് 168 രൂപ ബന്ധൻ ബാങ്കിന്. അതിന് ഇന്ന് നല്ല വോളിയം കണ്ടൊരു സ്റ്റോക്കാണ് ബന്ധൻ ബാങ്ക്. അതൊക്കെ ഇനി അടുത്ത സീരീസിൽ എങ്ങനെ മൂവ് ചെയ്യുന്നുള്ള കാര്യം ഞങ്ങൾക്ക് ഒന്നൊരു സ്റ്റഡി ചെയ്യാം അതിനെക്കുറിച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെയുള്ള മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാനുള്ള റിസ്കിനെ കുറിച്ചും ട്രേഡേഴ്സ് എടുക്കുന്ന റിസ്കിനെ കുറിച്ചും. കാരണം ഈ ഇങ്ങനെയുള്ള മാർക്കറ്റിൽ കുറച്ചും കൂടി സേഫറായിട്ട് എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാൻ പറ്റുന്ന യു ക്യാൻ ട്രേഡ് ഇൻ ഓപ്ഷൻസ്. കാരണം വെച്ചാൽ ഓപ്ഷൻ ഒരു ട്രേഡിംഗ് ടൂൾ അല്ല, ഒരു ഹെഡ്ജിങ് ടൂളാണ്. പക്ഷേ ജസ്റ്റ് സ്റ്റോക്സ് എന്ന് വെച്ചാൽ ഒരു സെക്യൂരിറ്റിയാണ്. അതുപോലെ ഓപ്ഷൻസ് ആർ ഓൾസോ സെക്യൂരിറ്റീസ്.
ഈ ഓപ്ഷൻസിന്റെ പ്രൈസ് എങ്ങനെ ഡിറ്റർമിൻ ചെയ്യുന്നത്? നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് ഓപ്ഷൻസിന്റെ പ്രൈസ് എങ്ങനെ ഡിറ്റർമിൻ ചെയ്യുന്നത്? ഇതൊക്കെ അറിയാണ്ട് സ്റ്റോക്ക് പോയിട്ട് ഓപ്ഷൻസ് ഒന്നും വാങ്ങിക്കാൻ പാടില്ല. കാരണം അല്ലെങ്കിൽ അത് വലിയ നഷ്ടത്തിലാണ് വരിക. കാരണം ഈ ഓപ്ഷൻസിന്റെ പ്രൈസ്, ഓപ്ഷൻസ് ഈസ് എ വെരി കോംപ്ലിക്കേറ്റഡ് തിങ്. അത് വളരെ ടഫാണ് ട്രേഡ് ചെയ്യാൻ. അതുകൊണ്ടാണ് ഞാൻ ആരും ഈ ഓപ്ഷൻസ് ട്രേഡിങ്ങിൽ റെക്കമെൻഡ് ചെയ്യാത്തത്. കാരണം അതറിയാണ്ട് ഓപ്ഷൻസ് പോയി ട്രേഡ് ചെയ്യുമ്പോൾ യു ഓൾവേസ് മേക്ക് ഹ്യൂജ് ലോസ്. കാരണം ഈ റേറ്റ് ഓഫ് ചേഞ്ച്, ഒരു വാരിയബിളിൽ വരുന്ന ആ റേറ്റ് ഓഫ് ചേഞ്ച് അനദർ വാരിയബിളിൽ എങ്ങനെ വരുന്നതെന്നാണ് ഈ ഓപ്ഷൻസിന്റെ ഇത്. ഓപ്ഷൻസ് ഞങ്ങൾക്ക് പൊതുവേ ആൾക്കാർ റൈറ്റ് ചെയ്യാൻ, അതിന് നല്ലൊരു ക്യാഷ് വേണം ഓപ്ഷൻസ് റൈറ്റ് ചെയ്യാൻ. അതെന്ന് വെച്ചാൽ ഓപ്ഷൻസ് റൈറ്റ് ചെയ്യുമ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ യു ആർ ഗോയിങ് ടു മേക്ക് വെരി ലിറ്റിൽ മണി നിങ്ങൾ റൈറ്റ് ചെയ്യുന്ന ഓപ്ഷൻസ്. അല്ലെങ്കിൽ നിങ്ങൾ കൂടുതൽ വോളിയം റൈറ്റ് ചെയ്യണം, അതിന് കണക്കായിട്ടുള്ള ക്യാപിറ്റൽ നിങ്ങൾ എടുക്കുവാണ്. അതെല്ലാം ബിഗ് പ്ലേയേഴ്സിന് ചെയ്യാൻ പറ്റുന്ന കാര്യം. പിന്നെ ഒക്കേഷണലി യു മേ ഹാവ് ടു ടേക്ക് ബിഗ് ലോസ് ഓൾസോ. കാരണം അൺലിമിറ്റഡ് ലോസ് ആണ് ഓപ്ഷൻസ് റൈറ്റിങ്ങിൽ വരുന്നത്. സോ ഈ ഓപ്ഷൻസ് എന്ന് വെച്ചാൽ ഒരു ടൈപ്പ് ഓഫ് സെക്യൂരിറ്റിയാണ്. അതിന്റെ പ്രൈസ് ഡിറൈവ് ചെയ്യുന്നത് ഫ്രം ദ പ്രൈസ് ഓഫ് അനദർ അണ്ടർലൈങ് സെക്യൂരിറ്റി എന്നാണ് ഡിറൈവ് ചെയ്യുന്നത്. സോ ഇതെന്ന് വെച്ചാൽ അതുകൊണ്ടാണ് അതിന്റെ ഒരു ജനറിക് നെയിം അത് ഡെറിവേറ്റീവ്സിൽ വരുന്നത്. സോ ഈ ഓപ്ഷൻസ് ആർ സ്പെസിഫിക് ടൈപ്പ് ഓഫ് ഡെറിവേറ്റീവ് ബേസ്ഡ് ഓൺ എ സ്റ്റോക്ക് ആണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു ബുള്ളിഷ് സ്പെക്കുലേറ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് ഇറ്റ് ഈസ് നോട്ട് നെസസറി ദാറ്റ് യു ഓൺ എ സ്റ്റോക്ക് ആൻഡ് യു ക്യാൻ സ്റ്റിൽ എൻജോയ് ദി അപ്സൈഡ് ഓഫ് ഓണർഷിപ്പ് ത്രൂ ദി പർച്ചേസിങ് കോൾ ഓപ്ഷൻ. അതെന്ന് വെച്ചാൽ പിന്നെ നിങ്ങൾക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ എടുക്കാന്ന് വെച്ചാൽ ടാറ്റ കൺസൾട്ടൻസി, അതിൻ്റെ ഒരു ചെറിയൊരു ഫ്രാക്ഷൻ ഓഫ് എ പ്രൈസ് കൊണ്ട് നിങ്ങൾക്ക് ഓപ്ഷൻ വാങ്ങിക്കാൻ പറ്റും. ഓപ്ഷൻ വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് ആ ഓപ്ഷൻ ഹോൾഡ് ചെയ്യാൻ പറ്റും. ഒരു ഇൻവെസ്റ്റർ മൈറ്റ് ബൈ ഷെയർസ് ഓഫ് ആപ്പിൾ സ്റ്റോക്ക്. അതിൻ്റെ $1 കയറുന്ന സമയത്ത് യു ക്യാൻ മേക്ക് യു ആർ ഇൻ പ്രോഫിറ്റ്. അതുപോലെ പ്രൈസ് താഴുന്ന സമയത്തും അതിൻ്റെ ലോസ് വരികയും ചെയ്യും. അപ്പൊ ഇതിന്റെ സൊല്യൂഷൻ എന്ന് വെച്ചാൽ കോൾ ഓപ്ഷനിൽ എന്താ സംഭവിക്കുക വെച്ചാൽ യു ആർ ബൈയിങ് റിലേറ്റീവ്ലി വിത്ത് അതിന്റെ ഏറ്റവും വലിയ കീ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ യു ആർ ബൈയിങ് എ ഡെറിവേറ്റീവ് വിത്ത് റിലേറ്റീവ്ലി സ്മോൾ ഇൻവെസ്റ്റ്മെന്റ്. യൂഷ്വലി പറയാന്ന് വെച്ചാൽ എ ഫ്രാക്ഷൻ ഓഫ് ദി സ്റ്റോക്സ് കറന്റ് വാല്യൂ വിത്ത് എ ലിമിറ്റഡ് ഡൗൺ സൈഡ്. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു അതെങ്ങനെ വർക്ക് ചെയ്യാന്ന് വെച്ചാൽ ഹൗ ഇറ്റ് ഈസ് വർക്കിംഗ്. ബൈയിങ് എ കോൾ ഓപ്ഷൻ ആസ് ദ റൈറ്റ് ബട്ട് നോട്ട് ദ ഒബ്ലിഗേഷൻ ടു ബൈ ദ ഷെയർസ് ഇൻ എ സ്റ്റോക്ക്. അതെന്താന്ന് വെച്ചാൽ നിങ്ങൾ ആപ്പിളിന്റെ തന്നെ ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കുക. ആപ്പിള് $100 ഒരു ആപ്പിളിന്റെ ഷെയർ ആണെന്ന് വെച്ചാൽ കോൾ ഓപ്ഷന്റെ പ്രൈസ് എക്സൈസ് പ്രൈസ് $105 ആണെങ്കിൽ നിങ്ങൾ എക്സ്പയറി ഡേറ്റ് ഒരു മാസം എടുക്കുവാണെങ്കിൽ ഈ സ്റ്റോക്ക് ഫോർ എക്സാമ്പിൾ ആപ്പിളിന്റെ സ്റ്റോക്സ് നാളെ 108 പോയി എന്ന് വെച്ചു. 108 പോകുമ്പോൾ നിങ്ങൾക്ക് അതിൽ ഓപ്ഷൻ ഓൾസോ മൂവ് മേ ബി $1 or $2. സോ യു ക്യാൻ എൻകാഷ് ദാറ്റ് പ്രോഫിറ്റ്. അതുപോലെ തന്നെ താഴുന്ന സമയത്തും യു വിൽ ബി ഇൻ ലോസ്. പക്ഷേ നിങ്ങൾ ലോസ് ലിമിറ്റഡ് സൈഡിൽ ഉണ്ടാവും. കാരണം വെച്ചാൽ നിങ്ങൾക്ക് മാക്സിമം നിങ്ങളൊരു ₹100 പ്രീമിയത്തിൽ ഓടിക്കാമെങ്കിൽ നിങ്ങൾ എടുക്കുന്ന മാക്സിമം ലോസ് എന്ന് വെച്ചാൽ അതിൻ്റെ ലോസായി വരുന്നത് നിങ്ങൾക്ക്. സോ അതാണ് ഈ ഓപ്ഷൻസിന്റെ ഒരു ഗുണം. അതുപോലെ സെല്ലർ ആണെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അതിന് നിങ്ങൾക്ക് അൺലിമിറ്റഡ് ലോസ് എടുക്കേണ്ടി വരും. അതാണ് അതിന്റെ വേറൊരു പ്രശ്നം. സോ ഓപ്ഷൻസ് പണ്ട് കാലത്തെ മാർക്കറ്റിൽ ഉണ്ടായിരുന്നു. ഇത് ആൻഷ്യന്റ് ഒരു ഗ്രീക്ക് ട്രേഡിങ് ആംസ്റ്റർഡാം സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പണ്ട് ഗ്രീക്കുകാർ ഓപ്ഷൻസിൽ ട്രേഡ് ചെയ്തു, മെയിൻലി കമോഡിറ്റീസിൽ. പക്ഷെ ഇതിന്റെ ഈ തിയററ്റിക്കൽ പ്രൈസ് എങ്ങനെ ഓപ്ഷൻസിനെ കാൽക്കുലേറ്റ് ചെയ്തു, ഇതെങ്ങനെ ഡിറൈവ് ചെയ്തു ഈ പ്രൈസ്? ഫോർ എക്സാമ്പിൾ, ആപ്പിളിന്റെ പ്രൈസ് ₹105 ആണെങ്കിൽ അതിന്റെ ഓപ്ഷൻ മേ ബി ട്രേഡിംഗ് പ്രൈസ് ഓഫ് $80 ആണെങ്കിൽ അതെങ്ങനെ ഡിറൈവ് ചെയ്യുന്നു? അതിന്റെ ഫോർമുലയാണ് ഈ ബ്ലാക്ക് ആൻഡ് ഷോൾ എന്ന് പറഞ്ഞ ഒരു ആൾക്കാരാണ് ഇതിന്റെ ഫോർമുല കണ്ടെത്തിയത്. അതിലാണ് അവർക്ക് നോബൽ പ്രൈസും കിട്ടിയത് ഇതിൻ്റെ അകത്ത്. സോ ഓപ്ഷൻസ് മെയിൻലി ഒരു ഹെഡ്ജിങ് ടൂളായിട്ട് ഉപയോഗിക്കുന്നത്. പക്ഷെ ഞാനിത് ആരോടും ഓപ്ഷൻസിൽ ട്രേഡ് ചെയ്യാൻ അഡ്വൈസ് ചെയ്യുന്നില്ല. അത് അറിയാത്ത കൂട്ടർ ഇതിനകത്ത് എൻട്രി ചെയ്യാത്ത നല്ലത്. സോ ഇതിന്റെ ഈ ഫോർമുല ഡിറൈവ് ചെയ്യുന്നത് ഒരു കോംപ്ലിക്കേറ്റഡ് ഫോർമുലയാണ്. അതിന് കുറേ കാര്യങ്ങൾ, അതിന്റെ ഷോർട്ട് ടേം ഇൻട്രസ്റ്റ് റേറ്റ്, വോളറ്റിലിറ്റി, എക്സ്പയറി ഡേറ്റ്, ഇതൊക്കെ അതിൻ്റെ അകത്ത് ഈ ഓപ്ഷൻസിൽ പ്രൈസ്ഡ് ഇൻ ആണ്. സോ അതൊരു വലിയ ഇമ്പോർട്ടൻറ്റ് ഫാക്റ്റാണ്. Anyway, thank you very much for being my channel. I humble request you to subscribe my channel. Please do subscribe my channel and support my channel. Have a nice day.